ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ നല്ല സോഫ്റ്റായ ഒരു കുബൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പായി നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ ചെറു ചൂടുള്ള 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാലിന് പകരം നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളം എടുത്താലും മതി. ചൂട് ഓവറാകാൻ പാടില്ല കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റൊക്കെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ശേഷം നമുക്കിതിലേക്ക് മൈദപ്പൊടിയാണ് വേണ്ടത് കേട്ടോ. ആദ്യം ഞാനിതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പും കൂടെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴക്കുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടെ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 600 ഗ്രാം മൈദപ്പൊടി നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1/4 കപ്പ് പാലും കൂടെയാണ് നമ്മൾ വെള്ളമായി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുന്ന ടൈമിൽ നല്ലപോലെ പ്രസ് ചെയ്ത് നീട്ടി വലിച്ച് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 6 മിനിറ്റ് ഞാനിവിടെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മാവ് ഉണങ്ങി പോവാതിരിക്കാനാണ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ചുരുങ്ങിയത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചപ്പാത്തിക്ക് കുഴക്കുന്ന അതേ പരുവത്തിലാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്. എന്നാൽ അതിലേറെ സോഫ്റ്റ് ആകുന്നത് വരെ നമ്മൾ കുഴച്ചെടുക്കണം. നമ്മുടെ കൈ വെച്ച് കൊടുത്താൽ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നമ്മളിത് കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ എയർ ഉള്ളിൽ കിടക്കാത്ത രൂപത്തിൽ എന്തുകൊണ്ടെങ്കിലോ അടച്ചു വെക്കണം. അതും മാവ് ഉണങ്ങിപ്പോകാതിരിക്കാനാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മാവ് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് ചെറിയൊരു ബൗളിലായതുകൊണ്ട് പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ബൗളിൽ വെച്ച് തന്നെ നമുക്കൊരു 1.5 മിനിറ്റ് കുഴച്ചെടുക്കാം. അങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മൈദപ്പൊടി വിതറി കൊടുത്ത് നമ്മുടെ മാവ് അതിലേക്ക് വെച്ച് മുറിച്ചെടുക്കാം കേട്ടോ. മൈദപ്പൊടി വിതറി കൊടുക്കുന്നത് മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്ത ബോളൊന്ന് ഷേപ്പാക്കിയതിന് ശേഷം നമുക്കിതിനെ ഒരേ വലുപ്പത്തിലുള്ള ഒരു 12 കഷ്ണമാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 1/2 കിലോ മാവ് കൊണ്ട് 8 കുബൂസാണ് ശരിക്കും തയ്യാറാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് അതിലേറെ കുറച്ചും കൂടി ഉണ്ടായതുകൊണ്ട് നമുക്കിത് 12 എണ്ണമായി ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ ബോൾസാക്കി എടുക്കാം. ഈ ബോൾസിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിലാക്കുകയോ അല്ലെങ്കിൽ നനഞ്ഞൊരു കോട്ടൺ കഷ്ണം ഇട്ട് കൊടുക്കുകയോ ചെയ്താൽ മതി. ഉണങ്ങിപ്പോകാതിരിക്കാൻ തന്നെയാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പം ഞാനിതിൻ്റെ മുകളിലേക്ക് നനഞ്ഞൊരു കോട്ടൺ തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മുടെ ബോൾസൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബോൾസ് എടുത്ത് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന ടൈമിൽ നമുക്ക് ആദ്യം കൈകൊണ്ട് തന്നെ 2 ഭാഗത്തും മൈദയാക്കി ഒന്ന് വട്ടത്തിനൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് റൂളർ എടുത്ത് പരത്തി കൊടുക്കാം. അപ്പോൾ മൈദപ്പൊടി വിതറുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ തന്നെയാണ്. അപ്പോൾ നമ്മളിത് ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ തന്നെയാണ് പരത്തുന്നതെങ്കിലും ഒരു 2 ചപ്പാത്തിയുടെ കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. അതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, എല്ലാ വശവും ഒരേ കനത്തിലായിരിക്കണം പരത്തുന്നത്. ഇല്ലെങ്കിൽ
എല്ലാ വശവും നമുക്ക് ഒരുപോലെ പൊളച്ച് കിട്ടൂല കേട്ടോ. അപ്പോൾ അടുത്ത ബോൾസ് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ പകുതി ഭാഗം കൈകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് പരത്തിയാൽ മതി. എന്നിട്ട് റൂളർ കൊണ്ട് മെല്ലെ ഒന്ന് എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപോലെ കട്ടിയാവണം കേട്ടോ, ഇല്ലെങ്കിൽ. അപ്പോൾ ഏകദേശം ഈ കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുഴുവനായും പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പരത്തിയെടുത്തത് നമുക്കിനി ചുട്ടെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പരത്തി വെച്ചതും തന്നെ ഒരു കോട്ടൺ തുണി അതിൻ്റെ മുകളിലിടുന്നത് നല്ലതാണ്. അപ്പോൾ ഒരുപാട് ടൈം നമ്മൾ ഇതുപോലെ മുകളിൽ ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്നായി വെക്കാനും പാടില്ല കേട്ടോ. ഞാനിത് സ്റ്റൗവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇതുപോലെ വെച്ചത്. ഒരു പാൻ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കുബൂസ് ഓരോന്നായി ഇതുപോലെ ഇട്ട് കൊടുക്കാം. 10 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ വശം കൂടുതൽ സമയമെടുത്ത് ഒരു 20 സെക്കൻഡ് ആവുന്ന ടൈമിൽ ഇതുപോലെ കുമിള വരും. ഇങ്ങനെ കുമിള വരുന്ന ടൈമിൽ നമുക്കിത് ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ കുമിള വരും. നമ്മൾ പരത്തിയത് എല്ലാ വശവും ഒരുപോലെയാണെങ്കിൽ ഒറ്റ കുമിളയായി ഇത് വരും. ഇങ്ങനെ കുമിള വരുന്ന ടൈമിൽ നമ്മൾ ഇതുപോലെ മെല്ലെ മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കരുത്, പൊട്ടിപ്പോകും. അപ്പോൾ നമ്മുടെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറ്റേ ഭാഗം ചെറിയതായി ബ്രൗൺ നിറമായിട്ടുണ്ടാകും. എന്നിട്ടൊരു 20 സെക്കൻഡ് ഇതുപോലെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ചിടാം. ഈ ടൈമിൽ ഇത് ചെറുതായി കുമിളകളായി വരാൻ തുടങ്ങും. ആ ടൈമിൽ നമ്മൾ ചട്ടകം കൊണ്ട് മെല്ലെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ വശവും ഒരുപോലെ വീർത്തു വരും. ഗോതമ്പ് പൊടി കൊണ്ടും ഇതുപോലെ നമുക്ക് കുബൂസ് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലേറെ ഒന്നും കൂടിയും ടേസ്റ്റ് മൈദമാവ് കൊണ്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ്. നിങ്ങൾക്കിനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് ഒലീവ് ഓയിൽ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഗ്രേവിയുള്ള ഏത് കറിയോട് കൂടെ വിളമ്പാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.